കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഇത് ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഫ്ലവർ ഉണ്ടായതാണ്. അന്ന് അതിനകത്ത് ഫ്ലവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് സമയമില്ലാഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാത്തത്. പിന്നെ കുറച്ച് പനിയൊക്കെ ആയിരുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് കണ്ടോ, എങ്ങനെയുണ്ട് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞുകൂടെ, നല്ല ഭംഗിയില്ലേ ഫ്ലവേഴ്സ്, കണ്ട റോസാപ്പൂ പോലെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ സമയത്ത്, അതായത് എനിക്ക് തോന്നുന്നൊരു 4 ആഴ്ചയാണെന്ന് തോന്നും മുമ്പ് എടുത്ത വീഡിയോയ്ക്കകത്ത് ഇതിനൊന്നും ഫ്ലവേഴ്സ് ഇല്ല. ഇതുണ്ടോ, ഇതെല്ലാം ഇപ്പോൾ വന്ന ഫ്ലവേഴ്സാണ്. അന്ന് ഈ ചെടിയെല്ലാം ഞങ്ങൾ മാറ്റി നട്ടപ്പോൾ ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന മുട്ടുകളാണ് ഇതൊക്കെ. ഈ മുകളിൽ കാണുന്ന ചെടി നേരത്തെ ഉള്ളതാണ്, അത് ഫ്ലവേഴ്സൊക്കെ കഴിയാറായി. ഇതൊക്കെ ഇപ്പോൾ വന്നതാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ. അപ്പം ഇന്ന് ഒരു ടെക്നിക്കും കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. എന്താണ് നമ്മൾ ഈ ചെടി വളരാൻ, അതായത് പെട്ടെന്ന് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തു. പെട്ടെന്ന് ഫ്ലവറല്ല, ഒരു മാസം എടുത്തില്ലേ, ഒരു 1.5 മാസം ആയെന്ന് തോന്നുന്നു ഇത്രയും വിരിഞ്ഞിട്ട്. ഈ പൂ വിരിയാൻ കുറച്ച് ലേറ്റായി. ഒരു മൊട്ട് വന്നിട്ട് തന്നെ ഏതാണ്ടൊരു 2-3 ആഴ്ച അങ്ങനെ തന്നെ നിന്നിട്ട് പെട്ടെന്ന് വിരിഞ്ഞാണ്. അധികം ഫ്ലവേഴ്സൊന്നുമില്ല, 4 ഫ്ലവർ ഇതിനകത്തുള്ളൂ. അതുപോലെ ഇതുണ്ടോ, ഇതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് പുതിയ ചെടിയൊക്കെ വരാൻ തുടങ്ങി. അതുപോലെ വേറൊരു ചെടി കാണിച്ചത്, ഇത് കണ്ടോ, ഇത് മുമ്പ് കാണിച്ച വെള്ള ഇതാണ്. അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കൊഴിയാറായതൊക്കെ. ഇത് കണ്ടോ, ഇതിപ്പോൾ വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ താഴ്ഭാഗത്ത് നിന്നുണ്ട് അത് അടുത്ത പൂ വരുന്നത്. അത് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ഇതിന് ഒരു കാര്യം നിങ്ങൾ കണ്ടോ, ഈ ചെടികളെല്ലാം ഹെൽത്തിയാണ്. ഹെൽത്തി ചെടികൾക്ക് മാത്രമേ ഹെൽത്തി ആയിട്ട് ഫ്ലവേഴ്സ് നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഹോർമോണൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പൂക്കളൊക്കെ ഉണ്ടാവും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ പെട്ടെന്ന് അതുപോലെ പോവും, ചെടി പെട്ടെന്ന് പോവും. നമ്മൾ ഹോർമോൺ പ്രയോഗമൊന്നുമില്ല, നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇത് വേറെ ഒരു സുന്ദരി പൂവാണ്. ഇതിൻ്റെയൊക്കെ പേര് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടണേ. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്ര വലിച്ചു നീട്ടുന്നത്. ആപ്പടെ എൻ്റെ ഈ വീഡിയോയ്ക്ക് 2 മിനിറ്റ് അല്ലെങ്കിൽ 3, മാക്സിമം 4 മിനിറ്റ്, അതിൽ കൂടുതലുള്ള ഒരു വീഡിയോ ഇതിനകത്തൊന്നും ഇല്ല. അത്ര വലിയ വലിച്ചു നീട്ടില്ലാണ്ട് എനിക്ക് തോന്നിയതുമില്ല. വേറൊരു ചെടി കാണിച്ചു തരാം. ഈ ചെടിയുണ്ടോ, ഇത് ഒരു 1.5 മാസത്തിന് മുമ്പ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന് ഞങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്തതാണ്. ഇത് കേട്ടോ, കാണാൻ പറ്റുന്ന ഇതിൻ്റെ ഇടയിൽ നിന്ന് മുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം ഈ ചെടിയുണ്ട്, ഇതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. അപ്പോൾ ഞങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിന് ഞാൻ ആദ്യം മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഇത് കൊണ്ടുവന്നപ്പോൾ നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, ഇതെങ്ങനെ നടും, ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ അങ്ങനെ നമ്മളൊരു ഹസ്ബൻഡ് ഒരു പരിചയക്കാരനെ വിളിച്ച് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞതും പിന്നെ വെച്ച് അറിയുന്നുള്ളവരൊക്കെ പറഞ്ഞൊക്കെ ഷെയർ ചെയ്താണ് നമ്മളിതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, പുതിയ ചെടി വരുന്ന, അത് ഉടനെ പെട്ടെന്ന് വലുതായി അതിൽ നിന്ന് പൂ വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച ചാണകം കലക്കി വെള്ളത്തിൽ കലക്കി വയ്ക്കും, ഒരു ദിവസം വയ്ക്കും. എന്നിട്ട് തന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അതിന് നല്ല കുറച്ച്, ഇപ്പം ആദ്യം ഇപ്പോൾ 1 കപ്പ് ചാണകം എടുത്തിട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെ പിറ്റേന്നും 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കുറച്ചുകൂടെ ഡൈല്യൂട്ട് ചെയ്ത്, ഇത് കണ്ടോ, ഇതേപോലത്തെ ഈ വാട്ടർ സ്പില്ലറിനകത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇതിൻ്റെ വേരുകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. അല്ലാതെ ഇത് കണ്ടോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ ക്ലൈമറ്റ് മാറി വരുന്നത് കുറച്ച് ചൂടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതിന്. ഇത് സ്പ്രേ ചെയ്യും. ഇത് ആഴ്ചയിലൊരു 3 അല്ലെങ്കിൽ 4 തവണ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ നോക്കിയാൽ മതി. ചാണകം എടുത്ത ചെടികൾ ബാക്കി ഉള്ള ചെടികളെക്കാട്ടി പെട്ടെന്ന് തഴച്ച് വളരുകയും ചെയ്യും, പെട്ടെന്ന് പൂക്കുകയും ചെയ്യും. ആ ഒരു റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടിയത്.
ഇത് രണ്ടാമത്തെ ടെക്നിക്ക്. ആദ്യത്തെ ഞാൻ പറഞ്ഞത് നമ്മൾ ചെടി എങ്ങനെ മാറ്റി അതെന്തോ ചെയ്ത് സ്പേസ് കൊടുത്ത് വെച്ചത് കാരണം ചെടിക്ക് നന്നായിട്ട് എയർ സർക്കുലേഷനൊക്കെ കിട്ടി. അത് കാരണമാണ്. അത് ഒന്നാമത്തത്. രണ്ടാമത് ഞങ്ങളുടെ ഇതാണേ. ഇതിപ്പോൾ നിങ്ങളാരും ഇത് ഫോളോ ചെയ്യണമെന്ന് പറയത്തില്ല. ഇത് നാളെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് വല്ലതും വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ തെറി വിളിക്കരുത്. ഇത് ഞങ്ങളുടെ അനുഭവമാണിത്. കണ്ടോ ഈ ചെടികൾ കണ്ടോ? ഇതെല്ലാം ഞങ്ങൾ ചാണകപ്രയോഗം. ചാണകം ഡയറക്റ്റായിട്ട് നമ്മൾ ഒഴിക്കത്തില്ല. ഇതേപോലെ കലക്കി വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഡൈല്യൂട്ട് ആക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ആഴ്ചയിൽ 3-4 തവണ ചെയ്യാറുണ്ട്. ചെയ്ത് കഴിയുമ്പോഴാണ് ചെടികളിൽ പുതിയ പുതിയ ചെടികൾ വരെയും പെട്ടെന്ന് പൂ പിടിക്കുകയും ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പെട്ടെന്ന് പൂക്കുന്ന അടുത്ത ടെക്നിക്ക് ഇനി ഉടനെ വരുന്നുണ്ട്. ബൈ.